ഒരു പേയുള്ള നായ ശരിക്കും പേവിഷം വന്നു കഴിഞ്ഞാൽ കണക്ക് പറയുന്ന ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ ഇവർ റൺ ചെയ്യും. ഈ പോണ വഴിയിലെല്ലാം ഇവർ നായ്ക്കളായിക്കോട്ടെ, മൃഗങ്ങളെ ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ ഇവർ കടിച്ചായിരിക്കും പോകുന്നത്. ഇവർക്കൊരു ബോധം ഉണ്ടാവില്ല. നമ്മുടെ പക്ഷിപ്പനി വരുന്ന പോലെ എന്നൊരു തെരുവുനായ ഒരു സ്ഥലത്ത് കാണുന്നു, ഒരു 10 കിലോമീറ്റർ ചുറ്റിലുള്ള നായ്ക്കളെ ദയാവധം ചെയ്യും. തെരുവ് ഗുണ്ടകളെ പോലെ എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുന്ന ചില നായ്ക്കൾ, കുട്ടികൾക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നായ്ക്കൾ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ദയാവധം ചെയ്യണം. വാളയാർ ചെക്ക് പോസ്റ്റ് എന്തുമാത്രം പൈസ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ കുത്തി ഇതാക്കുന്നത്. 2 നായ്ക്കളുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈവൻ മന്ദബുദ്ധികളായിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ശരിക്കും മന്ദബുദ്ധികളായ മനുഷ്യരുടെ പോലെ തന്നെ മന്ദബുദ്ധികളായിട്ടുള്ള നായ്ക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന മൃഗങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ എലിഫൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ശരിക്കും ഹ്യൂമനൈസേഷൻ എന്ന് പറയും. ഈ മൃഗങ്ങളെ മനുഷ്യനാക്കാൻ നോക്കും. ഒരു 5 to 10% ബെഡ് ഷെയർ ചെയ്യണവരുണ്ട്. അച്ഛൻ, അമ്മ, കുട്ടി, എൻ്റെ കൂടെ നായൻ രാത്രി കിടത്തിയവർക്ക്. ഈ നമ്മൾ ഫ്രഞ്ച് കിസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഈ പെറ്റ്സിനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ലിപ് ടു ലിപ്പൊക്കെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ അപകടം നിറഞ്ഞ കാര്യമല്ലേ? പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് അവരുടെ സലൈവയിലുള്ള ചില ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അവരെ നിങ്ങൾക്ക് ദേ വിൽ ലവ് യു ലൈക്ക് എനിത്തിങ്, ദേ വിൽ ഗിവ് അൺകണ്ടീഷണൽ ലവ്. പക്ഷെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള പ്രകടനത്തിലൂടെ അവരൊരിക്കലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യൊന്നുമില്ല. അത്